എല്ലാ വീട്ടിലെയും പ്രശ്നമാണ് കുട്ടികൾ ഗെയിം കളിക്കലും അതിനെ അഡിക്റ്റ് ആയിട്ട് 24 മണിക്കൂർ ഫോണും പിടിച്ചിരിക്കലും. നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ആരും ആ ഒരു ഓപ്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. അതായത് ചെറിയ കുട്ടികൾ, ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കളിക്കേണ്ട ഗെയിം കളിക്കുന്ന സന്ദർഭം പല വീട്ടിലും ഉണ്ടാവാറുണ്ട് അല്ലേ? പല പല തോക്കും ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള, ഗൺ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ഗെയിമുകളുണ്ട്, ആളുകളെ കൊല്ലുന്ന ഗെയിമുകൾ ചെറിയ കുട്ടികൾ കളിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതായത് ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തിട്ട് കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫോണിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. അതായത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, പ്ലേ സ്റ്റോറിൽ ഏറ്റവും മുകളിൽ നമ്മളെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ കാണും, സെറ്റിങ്സ്. ഈ സെറ്റിങ്സിൽ ഫാമിലി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഈ പാരൻ്റൽ കൺട്രോൾ എന്നുള്ള ഓപ്ഷൻ കണ്ടില്ലേ? ഈ പാരൻ്റൽ കൺട്രോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പാരൻ്റൽ കൺട്രോൾ ഓഫാണ്. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു പിൻകോഡ് ചോദിക്കും. അതൊരു സീക്രട്ട് പിൻകോഡാണെന്ന് മക്കൾ അറിയാൻ പാടില്ല. അവിടെ ഒരു പിൻകോഡ് അടിച്ചു കൊടുക്കുക. ഒരു 4 അക്ക പിൻകോഡ് അടിച്ചു കൊടുക്കുക, ഓക്കെ അടിക്കുക. ഈ പിൻകോഡ് കുട്ടികൾ അറിയരുത് കേട്ടോ, അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉപകാരമില്ല. ഓക്കെ അടിക്കുക, അത് വീണ്ടും അടിക്കുക. ഇനി നമുക്ക് ഈ ആപ്പ് ആൻഡ് ഗെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പ്രായത്തിലുള്ള മക്കൾ കളിക്കേണ്ട ഗെയിമുകൾ നമുക്കറിയാൻ പറ്റും. ഇതാവണ്ടല്ലേ, ഏറ്റവും നിങ്ങളെ മക്കൾ ഇപ്പോൾ 3ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 3 വയസ്സ് ഏകദേശം ഉള്ള ഒരു കുട്ടിയാണ് നിങ്ങൾ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻ എന്ത് ചെയ്യുക, എനേബിൾ ചെയ്തിട്ട് സേവ് അടിക്കുക. അപ്പോൾ എന്ത് ചെയ്യില്ല, വലിയ കുട്ടികൾ കഴിക്കുന്ന ഒരു ഓവറായിട്ടുള്ള വയലൻസ് ഉള്ള കണ്ടൻറ്റ് ഗെയിമുകളുണ്ടല്ലോ, ആളുകളെ കൊല്ലുന്ന, അതേപോലെ ഹൈ ബോംബ് പൊട്ടിത്തെറിപ്പിക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ള ഗെയിമുകളുണ്ടല്ലോ, അതൊന്നും നിങ്ങളെ പ്ലേ സ്റ്റോറിൽ സേവ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളെ ഏജ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. എല്ലാവരും ഗെയിം കുട്ടികൾ കളിക്കണ്ട എന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലുള്ള ആ ഒരു 3+ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ വരും, എന്നിട്ട് സേവ് അടിക്കാം. അതേപോലെ ഫിലിംസ് കണ്ടൻറ്റുകളും ഒക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഏറ്റവും മുകളിലായി കഴിഞ്ഞാൽ ഓരോ ഏജിനനുസരിച്ചിട്ടുള്ള ഗെയിംസുകൾ നമുക്ക്, അതേപോലെ ഫിലിംസ് പ്ലേ സ്റ്റോറിൽ നമുക്ക് ഫിലിമൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് അടിച്ചതിന് ശേഷം സേവ് അടിക്കുക. സേവ് അടിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മളെ പ്ലേ സ്റ്റോറിൽ അത്തരം ഗെയിമുകൾ ഒന്നും കാണൂല. ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിമുകൾ എന്ത് ചെയ്യുള്ളൂ, കാണുള്ളൂ. ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് എല്ലാവരും എന്ത് ചെയ്യുക, എനേബിൾ ചെയ്യുക. ഓക്കെ, ആ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെ സ്കാരി ആയിട്ടുള്ള ഗെയിംസുകൾ ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഉണ്ടല്ലേ, പാരൻ്റൽ കൺട്രോൾ റെസ്ട്രിക്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ ഉണ്ടാവില്ല. അങ്ങനെ ഇനി ഏത് ഗെയിംസ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും കുട്ടികൾക്ക് കാണാൻ പറ്റുക. ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു ഓപ്ഷൻസ് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.